Hello. Magic morning to all. Magic morning. Okay. Magic morning. Magic Morning. morning. Magic morning. Magic morning. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ മാക്സിമം വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്നവരൊന്ന് വീഡിയോ ഓൺ ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് വെനസ്ഡേ ആണ്. നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ സെക്ഷനാണ്. അപ്പോൾ ക്ലാരിറ്റി മെൻറ്റർ ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആയിട്ടുള്ള നമ്മുടെ സേഫ് സാറാണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന ഈ സെഷനെ കുറിച്ച് എടുക്കാൻ വേണ്ടി ഞാൻ സേഫ് സാർ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. Good morning. Magic morning all. Okay. എൻ്റെ സെഷന് ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ. രഞ്ജിത്ത് കെ. ഓക്കെ, താങ്ക് യു. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഒക്കെ പഠിക്കാറുണ്ട്, കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ബേസിക്കലി എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത് ആക്ഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഞാൻ സീക്രട്ട് പുസ്തകത്തിലെ ചില കാര്യങ്ങളാണ് പറയുന്നത്. ആ പുസ്തകത്തിൻ്റെ പേജ് നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇന്ന് തുടങ്ങാം. അതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങളെല്ലാവരും ടു ഡു ലിസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ടു ഡു ലിസ്റ്റ് എഴുതുന്ന എത്ര പേരുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേ ഐ എന്നുള്ളത്. മണി സാറ്, ദിവ്യ മാം, റോസ്ലിൻ, ജെസ്സി, ഓക്കെ, നൗഫൽ, ഓക്കെ. സോ താങ്ക് യു. ഈ ടു ഡു ലിസ്റ്റ് പോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലിസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ടു ബി ലിസ്റ്റ് എന്നുള്ളത്. ഞാൻ ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ബി മാജിക്കിൻ്റെ പേജിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള കാര്യം, ബി മാജിക്കിൻ്റെ പേജ് അല്ലെങ്കിൽ ബി മാജിക്കിൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ബി മാജിക്കിൻ്റെ വീഡിയോസുകൾ ഒരുപാട് ഷെയർ ചെയ്യാറുണ്ട്. നല്ല കണ്ടന്റ് ഓറിയൻറ്റുള്ള വീഡിയോസാണ് ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, ആ ഒരു കാര്യം ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ടു ബി ലിസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടു ബി ലിസ്റ്റ്, ടു ഡു ലിസ്റ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ടു ബി ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴുള്ള കുറച്ച് ആൾക്കാരുടെ വീഡിയോ ഓൺ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ആകെ 2 പേരാണ് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴുള്ള ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെ നമുക്ക് മറ്റുള്ളതായിട്ട് മാറാം, എന്തൊക്കെ ക്വാളിറ്റികളാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്ന ആളാണോ? ഞാൻ എല്ലാ ദിവസവും വായിക്കുന്ന ആളാണോ? ഞാൻ ദേഷ്യം കൂടുതലുള്ള ആളാണോ? ഏതൊക്കെ ക്വാളിറ്റീസ് ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ടു ബി ലിസ്റ്റ് എന്ന് പറയുക. 2025 എന്നുള്ളൊരു വർഷത്തിൽ ഈ ഒരു ഫെബ്രുവരി മാസമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചേഞ്ചസ് ഒക്കെയാണ് ആവശ്യമുള്ളത്? ഇത് ലോ ഓഫ് അട്രാക്ഷനായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഗോളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് അതിലേക്ക് മാറാൻ സാധിക്കുക എന്നുള്ളത്, അതിനാണ് ടു ബി ലിസ്റ്റ് എന്ന് പറയാം. ആ ടു ബി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ചേഞ്ചിന് വളരെ അനിവാര്യമായിട്ടുള്ള, ഇപ്പോഴുള്ള നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ഒരു വേർഷൻ, നെക്സ്റ്റ് വേർഷൻ ഏതാണെന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും സീക്രട്ട് പുസ്തകം വായിച്ചിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്ത്. എത്ര പേര് സീക്രട്ട് പുസ്തകം വായിച്ചിട്ടുണ്ട്? സീക്രട്ട് പുസ്തകം വായിച്ചു? സിന്ധു മാം, ദിവ്യ മാം, രഞ്ജിത്ത്, ബീന മാം, ഓക്കെ, മണി സാർ, അങ്ങനത്തെ ഒരുപാട് ആളുകൾ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഈ പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു പേജ്, നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഇതിലൊരു പേജ് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ പേജിൽ നിങ്ങൾക്ക് അതിനൊരു ആൻസർ ഉണ്ടാവും എന്നുള്ളത് ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് 6 കമൻറ്റ് ചെയ്തേ.
അങ്ങനെ ഒരു കമന്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ ഒരു ഒരു ഉത്തരം കിട്ടാതെ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഈ പുസ്തകത്തിന്റെ ഏതെങ്കിലും ഒരു പേജ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ക്വസ്റ്റ്യനുള്ള ഉത്തരം ഈ ഒരു പുസ്തകത്തിലുണ്ട് എന്ന് വായിച്ചിട്ടുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്തേ. അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ടെന്നുള്ള ആളുണ്ടെങ്കിൽ ആറൊന്ന് കമന്റ് ചെയ്യും. ഈ പുസ്തകത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ വായിച്ചിട്ടുണ്ടോ? മണി സാർ വായിച്ചിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ സാർ വായിച്ചിട്ടുണ്ട്. വേറെ ആരാ വായിച്ചിട്ടുള്ളത്? പെട്ടെന്ന് ഓർമ്മ വരില്ല. പെട്ടെന്ന് ഓർമ്മ പക്ഷെ വരുന്നില്ല. സംഗതി ഉണ്ടെന്ന് അറിയാം. സാറ് പറഞ്ഞു തന്നിട്ട് വിവരം അറിയാം. ഞാൻ പറഞ്ഞു തന്നിട്ട് വിവരം അറിയാം. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. അപ്പോൾ ഞാനതിന്റെ ഒരു കാര്യം നീ കാണിച്ചു തരാം. എൻ്റെ സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ? സാധിക്കുന്നില്ലേ? ഹലോ, സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും അല്ലെ? ഈ രഹസ്യത്തിന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുമ്പോൾ, അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നു. നമുക്കൊരു ലൈഫിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അനുസരിച്ചുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. ആകർഷണ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി തുടങ്ങിയാൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന ഒരു ശീലം വളർത്തിയെടുക്കുക. നമ്മുടെ ലൈഫിൽ നമ്മളെ സക്സസ് ആയി നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും ഉത്തരം ലഭിക്കും. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകത്തിൽ, ജോസഫ് മർഫിയുടെ പുസ്തകത്തിലും ഇതേ ഒരു ടെക്നിക്സ് തന്നെ വേറെ രീതിയിൽ പറയുന്നുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡോട്, നമ്മൾ അനന്ത ശക്തിയോട് എന്ത് ചെയ്യാം? രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ്. അപ്പൊ ഞാനത് വായിച്ച സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിക്കും. എനിക്ക് ബിസിനസ്സിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലാണ് തീരുമാനം എടുക്കുമ്പോൾ, ഇപ്പൊ എൻ്റെ ബിസിനസ്സിൽ ഞാനൊരു പുതിയൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡോട് ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ഇങ്ങനെ ഇനി പുതിയൊരു തീരുമാനം എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡോട് എനിക്ക് തന്നെ സംസാരിക്കാൻ പറ്റും. നിനക്കത് കറക്റ്റായിട്ട് അറിയാം എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് അതിന്റെ ആൻസർ എന്നുള്ളത്. അപ്പൊ ആ രാത്രിയിൽ തന്നെ എനിക്ക് അതിന്റെ ഒരു സിഗ്നൽ, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു സിഗ്നൽ സ്വപ്നമായിട്ടോ വേറെ എന്തെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹിന്റ് കിട്ടിയിട്ടുണ്ടാവും. അത്രയും പവർഫുൾ ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ ഈ ഒരു പുസ്തകത്തിൽ പറയാണ്, ആ ആവശ്യത്തിനായി ഈ പുസ്തകം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതിന്? നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആവശ്യങ്ങൾക്കായി ഈ പുസ്തകം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം, അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് മാർഗനിർദ്ദേശം നിങ്ങൾ തേടുകയാണെങ്കിൽ അത് ചോദിക്കുക, നിങ്ങൾക്കത് കിട്ടും എന്ന് വിശ്വസിക്കുക. എന്നിട്ട് ഈ പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു പേജ് തുറക്കുക. നിങ്ങൾ തുറക്കുന്ന ആ പേജിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾ തേടുന്ന മാർഗനിർദ്ദേശം നിങ്ങൾക്ക് കാണാമെന്നതാണ്. ഓക്കെ, ഇത് ഈ സീക്രട്ട് പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ അതാണ്, ഇത് പല ആളുകളും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല, പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് ഒന്ന് എന്ന് കമന്റ് ചെയ്തേ. ആരും പ്രാക്ടീസ് ചെയ്തില്ലേ? ആരും പ്രാക്ടീസ് ചെയ്തില്ല? മണി സാർ സംടൈം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ റെഗുലറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ എപ്പോഴും ഈ പുസ്തകം ഉണ്ടാവാറുണ്ട്. എൻ്റെ ഓഫീസിലോ എൻ്റെ കയ്യിലോ എൻ്റെ വീട്ടിലൊക്കെ ആയിട്ട് പുസ്തകം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരു തയ്യാറുള്ള ആളുകൾ, നിങ്ങൾക്ക് ഇപ്പൊ ലൈഫിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ എന്താണെന്ന് എന്നോട് പറയുന്നു വേണ്ട, അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. എന്താണ് ആ കൺഫ്യൂഷൻ എന്നുള്ളത്, അതെന്താണെന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല, ആരോടും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ കൺഫ്യൂഷൻസ് ഉള്ള ആളുകൾ, ഒരു തീരുമാനം എടുക്കാൻ, എന്താണെന്നുള്ളത് തീരുമാനം എടുക്കാൻ കൺഫ്യൂഷൻസ് ഉള്ള ആളുകൾ, നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ മനസ്സിൽ പ്രിപ്പയർ ചെയ്യുക. അതെന്തോ ആവാം. അപ്പൊ എനിക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് തയ്യാറുള്ള ആളുകൾ ഇതിലെ പേജ് നമ്പർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഞാനിതിന്റെ പേജ് നമ്പർ ഒരു 20 മുതൽ ഞാൻ ഈ പുസ്തകമാണ് എടുക്കാൻ പോകട്ടോ, നമ്മളെ PDF അല്ല, ഈ പുസ്തകമാണ് എടുക്കാൻ പോകുന്നത്. 20 മുതൽ ഒരു 150 ഒക്കെ വരെയുള്ള പേജുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. റസാഖ് സാർ 28 കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5 പേര് കമന്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം.
വേറെ ആർക്കും കൺഫ്യൂഷൻ ഒന്നുമില്ല ലൈഫിനെ കുറിച്ചിട്ട്? ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഫെബിൻ മാം 36 കമന്റ് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് 43 കമന്റ് ചെയ്തിട്ടുണ്ട്. 43. ഷൈനി മാം 43 കമന്റ് ചെയ്തിട്ടുണ്ട്. നൗഫൽ സാർ 45 കമന്റ് 41 45 മതി. ഓക്കെ, ഏകദേശം നമുക്ക് ഇത്ര വെച്ച് നമുക്ക് തുടങ്ങി വെക്കാം. ഓക്കെ, അപ്പൊ ആദ്യം 28 എന്നുള്ള പേജിൽ റസാഖ് സാറിനുള്ള ഉത്തരം ഉണ്ടാവുന്നതാണ്. ഇത് കമന്റ് ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യണം ഓരോ ആളുകളും. ഓക്കെ, 28 എന്നുള്ള പേജിലേക്ക് പോവാണ്. 28 പേജ് എന്ന് പറയുന്നത് രഹസ്യം വെളിവാക്കപ്പെടുന്നു എന്നുള്ളതാണ്. രഹസ്യം വെളിവാക്കപ്പെടുന്ന എന്താണ് സീക്രട്ട് എന്നുള്ളത്, ബേസിക്കലി എന്താണ് ഈ രഹസ്യം എന്നുള്ളത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് 27th പേജിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ്. ഇത് കണ്ടിന്യൂറ്റി ആണ്. അപ്പൊ ഞാൻ ആ ഡോക്ടർ ജോ വിറ്റാലെ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വലിയൊരു ലൈഫ് സ്റ്റോറിയുള്ള ഒരാളാണ് ഡോക്ടർ ജോ വിറ്റാലെ. സോ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് വരികയും പിന്നീട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയും അദ്ദേഹത്തിന്റെ പണമൊക്കെ നഷ്ടപ്പെട്ട് പിന്നീട് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിച്ച് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഹൗ ടു അട്രാക്ട് മണി, അതേപോലെ തന്നെ സീറോ ലിമിറ്റ്സ് ഒക്കെ എന്നൊക്കെ പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറെ തെറ്റിദ്ധാരണകൾ മാറി കിട്ടും. ഓക്കെ, നമ്മളെ മലയാളത്തിലൊക്കെ കേൾക്കുന്ന ഒരുപാട് യൂട്യൂബ് വീഡിയോയിൽ നിങ്ങൾ നമ്മളെ കുറെ ലോ ഓഫ് അട്രാക്ഷന് കുറെ തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ പല ആളുകളും കിട്ടുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷൻ ചെയ്താൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. ആക്ച്വലി അത് വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പം ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവ് തരുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ജോ വിറ്റാലെ. സ്റ്റിൽ ഹീസ് ലൈവ്. അപ്പോൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്ത് വെക്കുക. അതിൽ അദ്ദേഹം ഒരുപാട് ഇത്തരം ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന, നിങ്ങൾ ഖേദിക്കുന്നയുൾപ്പെടെ എല്ലാം നിങ്ങൾ നിങ്ങളിലേക്ക് സ്വയം ആകർഷിച്ചവയാണ്. ഈ ഒരു പോയിന്റ് തന്നെ ഒരു മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കോമൺ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നോട് തന്നെ മുമ്പ് ഞാനിത് വായിക്കുന്ന സമയത്ത് എനിക്കിതൊരു തമാശയായിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. അതെങ്ങനെ സംഭവിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ബാഡ് തിങ്സ് അടക്കം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന, നമ്മൾ ഖേദിക്കുന്നത് എല്ലാം എന്ത് ചെയ്യാണ്, നമ്മൾ തന്നെ സ്വയം നമ്മളിലേക്ക് കൊണ്ടുവന്നതാണെന്നുള്ളതാണ്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നായിരിക്കാം അത് എന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്കറിയാം. നമ്മൾ ആരും അത് വിശ്വസിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉടൻ തന്നെ നിങ്ങൾ പറയാൻ പോകുന്നത്, ആ കാർ ആക്സിഡന്റ് ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലല്ലോ. അപ്പൊ ഇത് ഞാൻ ആ കാർ ആക്സിഡന്റ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിലേക്ക് വരുന്ന കടങ്ങൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കിങ്, ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് എന്നും തലവേദനയായി കക്ഷിയെ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലോ. അതുമല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കടബാധ്യതകൾ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലോ എന്നൊക്കെ ആയിരിക്കും. അതിന് ഞാൻ നിങ്ങളോട് മുഖമടച്ചെന്ന പോലെ പറയാൻ പോകുന്ന മറുപടി, അതെ, നിങ്ങൾ തന്നെയാണ് അവയൊക്കെ നിങ്ങളിലേക്ക് ആകർഷിച്ചത് എന്നാണ്. ഇതിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സീറോ ലിമിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യവും നമ്മൾ തന്നെ നമ്മളിലേക്ക് ആകർഷിച്ചതാണ്. ഉൾക്കൊള്ളാൻ ഏറെ വിഷമമുള്ള ആശയങ്ങളാണ്, പക്ഷെ ഒരിക്കൽ നിങ്ങൾ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഈ ഒരു ആശയം നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. എൻ്റെ ജീവിതത്തെ ഈ ആശയം മാറ്റിമറിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇന്ന് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ ബി മാജിക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ സേവേഴ്സ് കൾച്ചർ നിങ്ങളെയൊക്കെ പാലിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ലായിരുന്നു 2025 ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ഈ ബി മാജിക് ഇത്ര പേരുണ്ടാവും, പല ഭാഗത്തു നിന്ന് വരും, ഇതെങ്ങനെ കൊണ്ടുപോകും, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇതിൽ ആര് ക്ലാസ് എടുക്കും, ഇന്നലെ ഇതിൽ ആരാ ക്ലാസ് എടുത്തെന്ന് എനിക്കറിയില്ല. നാളെ ആരാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് എനിക്കറിയില്ല. ഇതെങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന എനിക്കറിയില്ല. ഇതൊന്നും ഇപ്പൊ എനിക്കറിയില്ല. പക്ഷെ ഒരു സമയത്ത്, ഇതിന്റെ ബിഗിനിങ് സമയത്ത്, ഇതിൽ എല്ലാ ദിവസവും ക്ലാസ് എടുത്തിരുന്നത് ഞാൻ തന്നെയായിരുന്നു. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ക്ലാസ് എടുത്തിരുന്നത് ഞാൻ തന്നെയായിരുന്നു. ഇതിന് വേണ്ടിയുള്ള പോസ്റ്റർ മേക്കിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഞാനായിരുന്നു. ഇന്ന് ഇതൊരു ഓട്ടോമേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. എന്നതിന്റെ ഏറ്റവും ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത് അജിഷയും ഗോപികയും മുഫീദയൊക്കെ അടക്കമുള്ള ടീമാണ്. ഓക്കെ, ഞാൻ പല സമയത്തും ചില ബുധനാഴ്ചകളിൽ പോലും എന്നെ ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും വർക്കിൽ ഗോപിക വിളിക്കുന്ന സമയത്തായിരിക്കും, അയ്യോ ഇന്ന് എൻ്റെ സെഷൻ ആണല്ലോ, ഓക്കെ, ഇന്ന് മോർണിംഗിലായിരിക്കും അല്ലെങ്കിൽ ഞാൻ അറിയുന്നത് ഇന്ന് എൻ്റെ സെഷൻ ആണല്ലോ, അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം അവർ പറയുമ്പോഴായിരിക്കും എൻ്റെ സെഷൻ ആണല്ലോ എന്ന് അറിയുന്നത്. അത്രയും രീതിയിലേക്ക് ബി മാജിക് ഒരു ഓട്ടോമേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്നും ഇത്രയും ദിവസങ്ങൾ എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട്, ഇത്രയും ദിവസമൊക്കെ എങ്ങനെയാണ്
ഇത് നിലനിർത്തി കൊണ്ടുപോയത്? എനിക്കറിയില്ല. ഓക്കെ, ഒരുപാട് പൈസ അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അത് എവിടുന്ന വന്നു? അതും എനിക്കറിയില്ല. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് വെൻ യു ബിലീവ് ഇൻ യുവർ സെൽഫ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന സമയത്ത് നമ്മളാണ് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരവാദിത്തം എന്നുള്ളത് ഏറ്റെടുക്കാനേ നമുക്ക് ഇഷ്ടമുണ്ടാവോ? നമ്മുടെ ലൈഫ് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇഷ്ടമായിരിക്കും. അതാണ്, അതെന്റെ കഴിവാണ്, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത്, നമുക്ക് സക്സസ് സ്റ്റോറി പറയാൻ നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മളെ ലൈഫിൽ ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ, എൻ്റെ ലൈഫിൽ ഇപ്പൊ എന്തൊരു ബുദ്ധിമുട്ടുണ്ട്, രാവിലെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരിക്കലും അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഞാൻ എന്തായാലും പറയാം, ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല എന്നായിരിക്കും. പക്ഷെ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യാം. അദ്ദേഹം പറയാണ്, ചരിത്രത്തിൽ വളരെയേറെ മനുഷ്യർക്ക് കൂട്ടത്തോടെ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ ധാരാളം സംഭവങ്ങൾ രഹസ്യത്തെക്കുറിച്ചുള്ള ഈ പരാമർശം ആദ്യമായി കേൾക്കുന്നയാളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഓടിയെത്തിയേക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊറോണ. ഓക്കെ, അത്തരം സംഭവങ്ങൾ ഉൾപ്പെട്ട ആളുകൾ എല്ലാവരും ആ അനിഷ്ട സംഭവങ്ങളെ സ്വയം തങ്ങളിലേക്ക് ആകർഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ദുർഗ്രഹം തന്നെയാണ്. ആകർഷണ നിയമം അനുസരിച്ച് പ്രസ്തുത സംഭവങ്ങളുടെയും അവയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പിന്തുണയുടെയും തരംഗദൈർഘ്യം തന്നെയായിരിക്കും ആ ആളുകൾക്ക് മുഴുവനും കൃത്യമായും ആ സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ പറയുന്നുണ്ട്, നമുക്കറിയാൻ സാധിക്കും, ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഹിറ്റ്ലറുടെ കാലഘട്ടങ്ങളിലൊക്കെ ജയിലിൽ തടവിലാക്കപ്പെട്ട ഒരു ഡോക്ടറുടെ സ്റ്റോറി പറയുന്നുണ്ട്. ഓക്കെ, അവിടെ ഇങ്ങനെ ഹിറ്റ്ലർ ഓരോ ആളുകളെയും കൊണ്ടുപോയി കൊല്ലുന്ന സമയത്തും അദ്ദേഹം ഇങ്ങനെ പറയായിരുന്നു അത്രേ, ഞാൻ എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടും, ഞാൻ എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടും, ഞാൻ എന്തായാലും ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ട സ്റ്റോറി ഒക്കെ പറയുന്നുണ്ട്. ഇതാണ്, ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല ആ ഒരു പേജിലേക്ക്. പക്ഷെ ബേസിക്കലി ഏതൊരു മനുഷ്യന്റെയും ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയിന്റ് ആണ് ടേക്ക് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. അത് നിങ്ങളുടെ അച്ഛനിലേക്കോ അമ്മയിലേക്കോ സമൂഹത്തിലേക്കോ രാഷ്ട്രത്തിലേക്കോ മറ്റ് ആളുകളിലേക്കോ ഫ്രണ്ട്സിലേക്കോ ടീം മെമ്പേഴ്സിലേക്കോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, മാറ്റി വെക്കാതിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലൈഫ്. അതെന്റെ വിഷയം കൊണ്ടല്ല, ഐ ആം ഓക്കെ, ഞാനെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇതെന്റെ വിഷയമല്ല. സോറി, ഇറ്റ്സ് അപ് ടു യു. അത് നിങ്ങളുടെ വിഷയം തന്നെയാണ്. അതിനെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈഫ് ചേഞ്ച് ഉണ്ടാവുക. അതെന്താണെങ്കിലും, നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് അറിവുകൾ ഇല്ലെങ്കിലും, എവറിത്തിങ് നിങ്ങളുടെ വിഷയം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഡോക്ടർ ജോ വിറ്റാലെ പറയുന്നത്. അപ്പൊ അതിനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്? നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അതിനെ ഫീൽ ചെയ്താണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതിനെ ഫീൽ ചെയ്താണ്. അപ്പൊ ആ ഫീലിങ്സിനെ മാറ്റാനും വേണ്ടിയിട്ട് നിങ്ങളുടെ ചിന്തകൾ മാറ്റിയാൽ മതി. ഇതന്നെയാണ് ലോ ഓഫ് അട്രാക്ഷന്റെ ബേസിക്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് നിങ്ങളുടെ തോട്ടിൽ നിന്നാണ് നിങ്ങളുടെ വേർഡ് ഉണ്ടാവുക. അപ്പൊ മനസ്സിലാക്കുക, ചിന്തകൾ എന്ത് ചെയ്യുന്നു? ചിന്തകൾ വാക്കുകളായിട്ട് മാറുന്നു. വാക്കുകൾ പിന്നെന്ത് ചെയ്യും? വേർഡ്സ് ബിക്കം ആക്ഷൻസ്, പ്രവൃത്തികളായിട്ട് മാറും. പ്രവൃത്തികൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ശീലങ്ങളായിട്ട് മാറും. ശീലങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറും. സ്വഭാവം എന്ത് ചെയ്യും? നിങ്ങളുടെ വിധിയായിട്ട് മാറും. വിധി എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത് അവിടെ ആ ഡെസ്റ്റിനേഷൻ, നിങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിലേക്ക് നിങ്ങൾ പരിണാമം ചെയ്യപ്പെട്ടത് നിങ്ങളുടെ ചിന്തകളുടെയും നിങ്ങളുടെ വാക്കുകളുടെയും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളുടെയും ആ പ്രവൃത്തിക്ക് അനുസരിച്ച് നിങ്ങൾക്കൊരു സ്വഭാവം രൂപപ്പെടുകയും ആ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഫിനാൻഷ്യലി ആണെങ്കിലും ഹെൽത്തി ആണെങ്കിലും ബാക്കിയുള്ളൊക്കെ ആ ഒരു സ്വഭാവത്തിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകും. അപ്പോൾ തോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുക. അതാണ് അതിന്റെ ബേസിക് ആയിട്ട് റൂള് പറഞ്ഞിട്ടുള്ളത്. റസാഖ് സാർ, നിങ്ങൾക്കുള്ള പോയിന്റ് അതിലുണ്ടായിരുന്നോ? കറക്റ്റാണ്. കറക്റ്റാണ്. ഓക്കെ, റസാഖ് സാറിന് കറക്റ്റാണ്. ഞാൻ അടുത്ത ആള്, എത്ര ആൾ എനിക്ക് അറിയില്ല കേട്ടോ. 36 ഫെബിനാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് 36 എന്ന് നോക്കാം. ഇതിൽ പല ആളുകളും സീക്രട്ടൊക്കെ വായിച്ചു പോയിട്ടുണ്ടാവാം. ഒരു പക്ഷേ ആ ഒരു സംഭവം ചിലപ്പോൾ കണ്ടില്ല, ആ പേജ് കണ്ടില്ല. അപ്പൊ എന്നോട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അത് സീക്രട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? അതേപോലെ സീക്രട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ട്, അപ്പൊ ഞങ്ങൾ കണ്ടില്ലല്ലോ. അത് നിങ്ങൾ കാണാൻ ഒരു കാര്യം ചെയ്താൽ മതി, റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മതി. ഓക്കെ, ഞാൻ സീക്രട്ട് ഒരു 50 തവണയൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിയുമ്പോൾ ഓരോ തവണ വായിക്കുമ്പോഴും കാണാത്ത കാര്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, കാണാത്ത കാഴ്ചകൾ കാണിക്കുന്ന ഒരു പുസ്തകമാണ് സീക്രട്ട് എന്ന് പറയുന്നത്.
സീക്രട്ട്, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, അതേപോലെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഒക്കെ പോലുള്ള പുസ്തകങ്ങൾ ഓരോ തവണ വായിക്കുമ്പോഴും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടും. ഒരേ പേജിൽ തന്നെ വ്യത്യസ്ത അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇതിൽ വീണ്ടും പറയാണ്, ഇതിന്റെ കണ്ടിന്യൂറ്റി തന്നെയാണ് ഈ റസാഖ് സാറോട് പറഞ്ഞിരിക്കുന്നതിന്റെ ആ ഒരു ചാപ്റ്ററിനാണ് വരുന്നത്. അപ്പൊ അതിൽ പറയാണ്, ഒന്നിനു പിറകെ മറ്റൊന്നായി കാര്യങ്ങൾ ഓരോന്നായി കുഴപ്പത്തിലാകുന്ന സന്ദർഭങ്ങളുടെയും ദിവസങ്ങളുടെയും നാം ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ശരിയാവില്ല, നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ കാര്യം ചെയ്യും. പക്ഷെ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിലൂടെ നമ്മൾ പല ആളുകളും കടന്നു പോയിട്ടുണ്ടാവും. ഈ സംഭവ പരമ്പരകളുടെ തുടക്കം ഇതൊക്കെ എവിടുന്നാണ് തുടങ്ങുന്നത്? ബോധപൂർവമായോ അല്ലാതെയോ ഉള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചിന്തയിൽ നിന്നായിരിക്കും. അതൊരു വലിയൊരു പോയിന്റാണ്. ബോധപൂർവമായോ അല്ലാതെയോ ഉള്ള ചിന്തകൾ. അതെന്താ ബോധപൂർവമായോ അല്ലാതെയുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാം? എന്താ സാർ ബോധപൂർവമായോ അല്ലാതെയുള്ള ചിന്തകൾ എന്ന് പറഞ്ഞാൽ? അങ്ങനെ ചിന്ത ഉണ്ടോ? ബോധപൂർവമായോ അല്ലാതെയുള്ള ചിന്ത എന്താ? ആർക്ക് പറയാൻ സാധിക്കും? അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ. എങ്ങനെ? ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന മൈൻഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ചിന്തകൾ ഉണ്ടാവാം. ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ചിന്തകൾ ഉണ്ടാവും അല്ലെ? സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് അല്ലെങ്കിൽ കോൺഷ്യസ്ലി അല്ലാതെ നമ്മൾ ഉണ്ടാവുന്ന ചിന്തകൾ, ഈ ചിന്തകളാണ് നമ്മുടെ ലൈഫിന് വലിയ ഇതിലാക്കുന്നത്. നമ്മൾ എന്തിനാണ് ഈ അഫോർമേഷൻസും വിഷ്വലൈസേഷൻസും കൊടുക്കാൻ പറയുന്നത്? നമ്മളെ മനസ്സിലാക്കുക, നമ്മളത് ഡെലിബറേറ്റ്ലി ചെയ്യാണ്. ദ ലോ ഓഫ് ഡെലിബറേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഡെലിബറേറ്റ്ലി നമ്മൾ ചെയ്യാണ്. എന്താണ്? നമ്മളത് മനഃപൂർവ്വം നമ്മുടെ ലൈഫിലേക്ക് വേണ്ട ചിന്തകൾ ചെയ്യുന്നതിനാണ് ഈ ഗോൾ സെറ്റിങ്സും എല്ലാ ദിവസവും ഗോൾ വായിക്കണം ബാക്കിയുള്ളതൊക്കെ പറയുന്നത്. നമ്മൾ ബോധപൂർവം അല്ലാതെ ചിന്തിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഒരു സ്ഥലത്ത് കൊറോണ ഉണ്ടാകുന്ന സമയത്ത്, ഇവിടെ സ്ഥലത്ത് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമുക്ക് കൊറോണ വരൂല എന്നൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ അഫോർമേഷൻ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ കൊറോണ നമുക്ക് വന്നിട്ടുണ്ടാവും അല്ലേ? കൊറോണ നമുക്ക് വന്നിട്ടുണ്ടാവും. അതെങ്ങനെയാണ്? ചിലപ്പോൾ നമ്മൾ കൊറോണ വരാതിരിക്കാനുള്ള സ്റ്റെപ്പ് എടുത്തായിരിക്കും. ഒരു മാസ്ക് ഇട്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ മാസ്ക് ഇടണ്ടെന്നല്ല. നിങ്ങൾ അസുഖം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചികിത്സിക്കേണ്ടെന്ന് ഒരിക്കലും പറയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് അസുഖം മാറ്റാൻ പറ്റും. ഒന്ന് ചികിത്സയിലൂടെയും ഒന്ന് നിങ്ങളെ മനസ്സിന്റെ ശക്തി. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ്. അപ്പോൾ അത് എന്താണ്? നമ്മൾ ബോധപൂർവ്വം ചിലപ്പോൾ നമ്മൾ വരാതിരിക്കാൻ ചെയ്തായിരിക്കും. ഓക്കെ, നമുക്ക് പല സമയത്തും കടം വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളെ ബോധപൂർവമായിട്ടുള്ള ചിന്ത അല്ല. നിങ്ങൾക്ക് കടം വരാനല്ലെങ്കിൽ എനിക്ക് കടം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കടം വരണം എന്ന് ചിന്തിച്ചല്ല. ആ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾക്ക് ബോധപൂർവമല്ല. നമ്മളത് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട കുറേ കഥകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പണത്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു വെച്ച കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചു വെച്ചൊരു കാര്യമാണ് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പൈസ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സൂക്ഷിച്ച് ചെലവഴിക്കണം. സൂക്ഷിച്ച് ചെലവഴിച്ചില്ലെങ്കിൽ എന്താ? സൂക്ഷിച്ച് ചെലവഴിച്ചില്ലെങ്കിൽ ഹാൻഡിൽ വിത്ത് കെയർ. പൈസ നിങ്ങൾ സൂക്ഷിച്ച് ചെലവഴിക്കണം. അല്ലെങ്കിൽ എന്താ? തീർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ കടക്കാരനാവും. അപ്പൊ നമ്മൾ കടക്കാരനാവാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കുറേ പ്രിക്കോഷൻസ് എടുക്കും. അങ്ങനെ നമ്മൾ അവസാനം എന്ത് ചെയ്യും? കടക്കാരനാവും. ഇനി ഒരാൾ സേവ് ചെയ്യാനുള്ള കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടി കുറേ പ്രിക്കോഷൻസ് എടുക്കും. അയാൾ എന്ത് ചെയ്യും? പണക്കാരനാവും. സിമ്പിളാണ്. മനസ്സിലായോ? ഒരാളെന്ത് ചെയ്യും? കടക്കാരനാവാതിരിക്കാൻ വേണ്ടി, പൈസ തീർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് ചെലവഴിക്കും. അയാളുടെ പൈസ തീർന്നു പോവുകയും ചെയ്യും, അയാൾ കടക്കാരനാവുകയും ചെയ്യും. വേറെ ആളെന്ത് ചെയ്യും? പൈസക്കാരനാവാനും വേണ്ടിയിട്ട് ആ പൈസ സൂക്ഷിച്ചു വെക്കാനും അല്ലെങ്കിൽ അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അയാൾ എന്ത് ചെയ്യും? പൈസക്കാരാവും. അപ്പൊ നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. ഇപ്പൊ നമ്മളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ ചിന്തകളുടെ പ്രവൃത്തികളുടെ റിസൾട്ട് അല്ലല്ലോ, മുന്നത്തതാണ്. മുമ്പ് നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ റിസൾട്ടാണ് ഇപ്പൊ നിങ്ങൾ പ്രസന്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അനുഭവിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യുന്ന ഫ്യൂച്ചർ എന്ത് ചെയ്യാൻ പറ്റും? റെഡിയാക്കിയിരിക്കാൻ പറ്റും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ ഒരു മോശം ചിന്ത, കൂടുതൽ മോശം ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾ ആ തരംഗ ദൈർഘ്യത്തിൽ അകപ്പെട്ടു പോവുകയും തൽഫലമായി എന്തോ ഒരു കാര്യം കുഴപ്പത്തിലാകുമായി ഉണ്ടായത്. ആ ഒരു കാര്യം കുഴപ്പത്തിലായതിനോട് നിങ്ങൾ പ്രതികരിക്കുകയും അങ്ങനെ കൂടുതൽ കാര്യങ്ങളെ കുഴപ്പത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കുകയും ചെയ്യുമായിരുന്നു. ഇത്തരം പ്രതികരണങ്ങൾ അതേ തരത്തിലുള്ള കൂടുതൽ എണ്ണത്തെ ആകർഷിക്കും. ബോധപൂർവം നിങ്ങളുടെ ചിന്തകൾ മാറ്റം വരുത്തിക്കൊണ്ട് സ്വയം ആ തരംഗ ദൈർഘ്യത്തിൽ നിന്ന് അകന്നു മാറിയിട്ടില്ലെങ്കിൽ
ഇത്തരം പ്രതികരണങ്ങളെ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു സ്ഥലത്ത് ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ഇങ്ങനെ തീപിടുത്തം ഉണ്ടായി. നിങ്ങൾ എന്താ ചെയ്യുക? ലോ ഓഫ് അട്രാക്ഷനൊക്കെ വായിച്ചിട്ട് എൻ്റെ മനസ്സിന് ഭയങ്കര ശക്തിയാണ്, ഞാൻ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഒക്കെ വായിച്ചാലാണ്, ഈ തീ എന്നെ ഒന്നും ചെയ്യില്ല, ഈ തീ എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ വളരെ സ്ട്രോങ് ആയ ആളാണ്, ഈ തീ കുണ്ടാരത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നു പറഞ്ഞിട്ട് അവിടെ നിൽക്കുവോ? നിങ്ങൾ നിൽക്കുവോ അതോ ഓടിപ്പോവോ? എന്താ ചെയ്യാ? ഓടിപ്പോ. ഒരിക്കലും ഇല്ല, നിൽക്കില്ല. ഒരിക്കലും അവിടെ നിൽക്കൂല. കാരണം എന്താ? നിങ്ങൾക്കറിയാം അവിടെ നിൽക്കുന്ന ഡേഞ്ചറാണ്. എന്നപോലെ ഈ ചിന്തന എന്ത് ചെയ്യണം? അത് തീ പിടിച്ച അതുപോലെ ഡേഞ്ചറാണത്. ആ ചിന്തന മാറ്റണം. ആ പരമ്പരനെ അവിടെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വൈ ഇറ്റ്സ് ഹാപ്പൻ, ഇത് എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചു. അപ്പൊ നിങ്ങൾ ഒരൊറ്റ ഉത്തരേ അതിനുള്ളൂ, എൻ്റെ ചിന്തകൾ. വേറെ എവിടെയും തെരഞ്ഞു പോകണ്ട, ഇതെന്റെ ചിന്തകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. ആ ചിന്തകൾ കൊണ്ടാണ് സംഭവിച്ചത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ് ടു ആ മൊമെന്റിൽ നിങ്ങൾ ചിന്ത എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ മാറാൻ ശ്രമിക്കണം. എവിടെയാണോ ഉള്ളത്, എന്താണുള്ളത്, ആ ചിന്തന എങ്ങനെ, അതിന് നിങ്ങൾക്ക് ഒരു മെത്തേഡ് കിട്ടും. ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വം എങ്ങനെ നിങ്ങൾക്ക് അതിനെ ഒഴിവാക്കാൻ സാധിക്കും ആ ചിന്തന. അവിടെയാണ് നമ്മൾ ഈ അഫർമേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും മ്യൂസിക് ഇതിന് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള കുറെ സിസ്റ്റങ്ങൾ ഉള്ളത്. നിങ്ങളുടെ ഒരു ചാർജിങ് പോയിന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? നിങ്ങൾ ഡൗൺ ആവുമ്പോൾ, നിങ്ങളിങ്ങനെ ചിന്തകൾ വരുമ്പോൾ ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഞാൻ അപ്പം എല്ലാ പുകയും ഒരുവനിക്കേറുള്ള ഏലമാന പാട്ടത്തിൽ ചിലപ്പോൾ ഒന്ന് കേൾക്കും, ചിലപ്പോൾ സീക്രട്ട് ബുക്ക് പുസ്തകത്ത് വായിക്കും, ചിലപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സുഹൃത്തിനെ വിളിക്കും, ചിലപ്പോൾ ഒരു ചായ കുടിക്കാൻ പോകും, ചിലപ്പോൾ ഒരു യാത്ര പോകും, ചിലപ്പോൾ വൈഫിനെ വിളിക്കും, ചിലപ്പോൾ ഉമ്മനെ വിളിക്കും. വാട്ട് ഇറ്റ് ഈസ്, ഞാൻ മനസ്സിലാക്കുകയാണ് എൻ്റെ തോട്ട് ഡേഞ്ചറാണെന്ന് മനസ്സിലാക്കുന്ന ആ സിറ്റുവേഷനിൽ നമ്മൾ ആ തീ ഉണ്ടാവുന്നത് ഓടിപ്പോകുന്നത് പോലെ ഓടിപ്പോവാനായിട്ട് റെഡി ആവുക. ആ ചിന്തകൾ എന്ത് ചെയ്യാൻ മാറ്റുക? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തയും ദിശയും മാറ്റുക. ആഗ്രഹിക്കാത്ത കാര്യത്തിന് പകരം എന്ത് ചെയ്യാം? ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മാറ്റുക. നിങ്ങൾക്കുണ്ടാകുന്ന വികാരങ്ങളിൽ നിന്ന് നിങ്ങളുടെ തരംഗദൈർഘ്യം മാറിയത് മനസ്സിലാക്കാം. അപ്പോൾ ആകർഷണ നിയമം പുതിയ തരംഗദൈർഘ്യത്തെ സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ചിത്രങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. അതുവരെ നിങ്ങളുടെ ടവറിന്ന് പോകുന്ന സിഗ്നൽ പ്രശ്നങ്ങളിലേക്കാണ് പോയിക്കൊണ്ടത്. അപ്പൊ പ്രശ്നങ്ങൾ ഇങ്ങനെ അട്രാക്ട് ചെയ്യാണ്. ചേഞ്ച് ചെയ്തു നിങ്ങളുടെ സൊല്യൂഷൻസിലേക്ക് കൊടുക്കുമ്പോൾ സൊല്യൂഷൻസ് അട്രാക്ട് ആവും. പിന്നെ ക്ലിയർ ആണോ? ഉണ്ടായിരുന്നോ? അതെ അതെ. അല്ലെ, ആൻസർ ഇല്ലായിരുന്നോ? ഓക്കെ. ഈ ഒരു പുസ്തകം അങ്ങനെ ആയതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ എല്ലാ പേജിലും ആൻസർ ആണ്. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു സൈക്കോളജി. എല്ലാത്തിലും എന്താണ്, എല്ലാ പേജിലും ഇതിലെ ആൻസർ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പേജ് മറിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ചിലത് നമുക്ക് വളരെ റിലേറ്റ് ആയിട്ട് തോന്നും. ഓക്കെ. ഇനി നൗഫൽ 45. ഓക്കെ, 45 തുടങ്ങുന്നതാണ്. 45 തുടങ്ങുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ രഹസ്യം ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. ഓക്കെ. നിങ്ങളൊരു സൃഷ്ടാവാണ്. യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ലൈഫ് എന്നാണ് പറഞ്ഞത്. ആകർഷണ നിയമം ഉപയോഗിച്ച് സൃഷ്ടി നടത്തുവാൻ വളരെ എളുപ്പമായ ഒരു പ്രക്രിയയുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാം. മഹാന്മാരായ ആചാര്യന്മാരും അവതാരങ്ങളും അവരുടെ സൃഷ്ടികളിലൂടെ വൈവിധ്യമാർന്ന രൂപങ്ങളിലുള്ള അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചില ആചാര്യന്മാർ ഈ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിത്രീകരിക്കാൻ കഥകൾ രചിച്ചു. ആ കഥകളിൽ അടങ്ങിയിരിക്കുന്ന ജ്ഞാനം നൂറ്റാണ്ടുകളുടെ കൈമാറി വന്നു. ഇവ ഇതിഹാസങ്ങളായി ഈ കഥകളുടെ സത്യമാണ്. ജീവിതത്തിന്റെ സത്യം എന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരും തിരിച്ചറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പിൽ ജീവിച്ചു പോയ ആളുകൾ, ഐൻസ്റ്റീനെ പോലുള്ള ആളുകളും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ മഹാന്മാരായിട്ടുള്ള ആളുകൾ, ഇപ്പൊ ഗാന്ധിജി ആണെങ്കിലും, അല്ലെങ്കിൽ മുഹമ്മദ് നബി ആണെങ്കിലും, അല്ലെങ്കിൽ യേശു ക്രിസ്തു ആണെങ്കിലും, ശ്രീകൃഷ്ണൻ ആണെങ്കിലും, ശ്രീരാമനാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഷേക്സ്പിയറിനൊക്കെ പോലെയുള്ള പല ആളുകളുടെയും കഥകളുടെയൊക്കെ അവരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം. അങ്ങനെ അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കഥയാണ് അലാവുദ്ദീന്റെയും അത്ഭുത വിളക്കിന്റെയും കഥ. അദ്ദേഹം പറയാണ്, അലാവുദ്ദീനെയും അത്ഭുത വിളക്കിനെയും കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമുക്കും അറിയാ കഥ, നമ്മുടെ അച്ഛനറിയാ കഥ, അല്ലെ? ഇനി അവരുടെയും അച്ഛനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ അലാവുദ്ദീന്റെയും അത്ഭുത വിളക്കിന്റെ കഥ അറിയാം. അലാവുദ്ദീൻ വിളക്ക് കയ്യിലെടുത്ത് മെല്ലെ തുളക്കുമ്പോൾ അതിൽ നിന്നും ഭൂതം പ്രത്യക്ഷപ്പെടും. ഭൂതം എപ്പോഴും പറയുക ഇതാണ്, നിങ്ങളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. ഭൂതപ്പ എന്താ പറയാ? നിങ്ങളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. ഇപ്പോൾ പ്രചാരത്തിലുള്ള കഥയിൽ 3 ആഗ്രഹങ്ങളാണ് സാധിക്കുക.
എന്നാൽ കഥയുടെ യഥാർത്ഥ രൂപത്തിൽ ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കൂ. എന്താ പറഞ്ഞത്? അലാവുദ്ദീനും അത്ഭുത വിളക്കും പറയുമ്പോൾ അലാവുദ്ദീൻ ഇങ്ങനെ വിളക്കിൽ ഇങ്ങനെ ഒന്ന് തലോടുന്ന സമയത്ത് ബോധ്യം പ്രത്യക്ഷപ്പെടുന്ന ചോദിച്ചിട്ടുണ്ട്, യജമാനൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? അപ്പൊ അയാൾ എന്താണോ പറയുന്നത് അത് ആര് നടത്തി കൊടുക്കുന്നത്? ആ ഭൂതം നടത്തി കൊടുക്കുന്നത്. ഈ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സെയിം പാറ്റേണിൽ അവിടെ 3 കാര്യങ്ങൾക്ക് ഭൂതത്തിന് നടത്തി കൊടുക്കാൻ സാധിക്കുള്ളൂ വെച്ചെങ്കിൽ നമ്മുടെ ലൈഫിലും ഇതേപോലെ ഒരു ഭൂതമുണ്ട്. കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ ഭൂതമുണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ തയ്യി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പ ഭൂതം പ്രത്യക്ഷപ്പെടും. അതിന് ലിമിറ്റ് ഒന്നുമില്ല. ഇന്ന് തന്നെ 100 പ്രാവശ്യമാണ് ഇന്ന് തന്നെ പ്രത്യക്ഷപ്പെടും. അലാവുദ്ദീന് ലിമിറ്റൊക്കെ വെച്ചിട്ടുണ്ട് കഥയിൽ. റിയൽ സ്റ്റോറിയിൽ ദർ ഇസ് നോ ലിമിറ്റ് ഫോർ ദാറ്റ്. നിങ്ങൾക്ക് എത്ര തവണ തയ്യി കഴിഞ്ഞാൽ അത്രയും തവണ പ്രത്യക്ഷപ്പെടും. അത് നിങ്ങളുടെ ചിന്തയാണ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വെർ ഡിഡ് യുവർ തോട്ട് കം ഫ്രം? നിങ്ങളുടെ ചിന്തകൾ എവിടുന്നാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ചിന്തകൾ എവിടുന്നാണ് വരുന്നത്? ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യും. ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങൾ ഇനി വായിച്ചു നോക്കുക. ഓക്കെ, നിങ്ങളുടെ ചിന്തകൾ എവിടുന്നാണ് വരുന്നത്? ആരാ ആൻസർ പറയാം? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ ചിന്തകൾ എവിടുന്നാണ് വരുന്നത്? എവിടുന്നാണ് ചിന്തകൾ എവിടുന്നാണ് വരുന്നത്? മനസ്സിന്ന്. വേറെ തലച്ചോറിന്നാണ്, മനസ്സിന്നാണ്. വേറെ ബഷീർ സാർ, ചിന്ത എവിടുന്നാ വരുന്നത്? പിന്നെ പറയുന്നത് പ്രീവിയസ് എക്സ്പീരിയൻസ് എന്നാണ് ചിന്ത വരുന്നത്. നമ്മളെ മനസ്സിന്നോ തലച്ചോറിന്നോ ആയിക്കോട്ടെ, അവിടേക്ക് എവിടുന്നാ വരുന്നത്? നിങ്ങളെ ബ്രെയിൻ എന്നാണ് നിങ്ങൾ പറഞ്ഞു. കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന കേൾവികൾ, അനുഭവങ്ങൾ. ഈ കേൾക്കുന്ന കേൾവികൾ, അനുഭവങ്ങൾ ഇവിടേക്കൊക്കെ എവിടുന്നാ വരുന്നത്? സബ് കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് ഒക്കെ എവിടുന്നാ വരുന്നത്? പ്രപഞ്ചത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ചിന്തകൾ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്, ചിന്തകള് യൂണിവേഴ്സിൽ നിന്നാണ് വരുന്നത്. ഇനി അടുത്തൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, അടുത്തത് എന്ത് ചിന്തിക്കണം എന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് നൽകിയിട്ടില്ല. നെക്സ്റ്റ് എന്ത് ചിന്തിക്കണം, അടുത്തത് എന്ത് ചിന്തിക്കണം എന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് നൽകിയിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ചിന്തകളോട് റിയാക്ട് ചെയ്യാനുള്ള കഴിവാണ് നമുക്കുള്ളത്. വരുന്ന ചിന്തകളോട് പ്രതികരിക്കാനുള്ള ഒരു കഴിവാണുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ സെഷൻ എടുക്കുന്ന സമയത്ത് ഇതിൽ പങ്കെടുത്തിരിക്കുന്ന 33 ആളുകൾക്ക് 33 തരത്തിലായിരിക്കും, അല്ലെങ്കിൽ 32 തരത്തിലായിരിക്കും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുക. ഞാൻ പറയുമ്പോൾ ഇതിനെ പല രീതിയിൽ ചിന്തിച്ച ആളുകളുണ്ടാവും. ഇതൊക്കെ പോസിബിൾ ആണോ? ചില ആളുകൾക്ക് അതവരുടെ പോസിബിൾ ആണ് എന്നുള്ളത്. ഇതൊക്കെ എവിടുന്ന് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് വരുന്ന ഒരു തോട്ടിനോട് നിങ്ങൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ചിന്ത എവിടുന്ന് വരുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലൈഫ് വളരെ രസമായിരിക്കും. നമ്മൾ കരുതുന്നത് നമ്മുടെ കഴിവാണെന്നുള്ളതാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് എഴുതുന്നത്, നമ്മളുടെ വരുന്നത്, അത് നമ്മളൊരു സ്ഥലത്തിലേക്ക് കണക്റ്റഡ് ആവുകയാണ്. നമ്മളിങ്ങനെ വെച്ചാല് നമ്മുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ പറയുക, ഈ കണ്ണടച്ചു കഴിഞ്ഞാൽ എന്തിനാ ഇരുട്ടാവുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണടച്ച് എന്തിനാ ഇരുട്ടാവുന്നത്? നിങ്ങളിപ്പോ ഒന്ന് കണ്ണടച്ച് നോക്കിയേ, എന്താ സംഭവിക്കുന്നത്? അതുപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് നോക്കിയേ എല്ലാവരും. ക്ലോസ് യുവർ ഐസ്. എത്രമാത്രം വലിയ അനുഗ്രഹമാണ് അതറിയാം. എന്താ കണ്ണടച്ചപ്പോൾ സംഭവിച്ചത്? എന്തിനാ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കണ്ണടക്കുന്നത്? എന്തിനാ ഈ കണ്ണടക്കുന്നത്? എന്താ സംഭവിച്ച കണ്ണടച്ച സമയത്ത്? നിങ്ങൾ ഈ ആന്തരികമായ കാഴ്ച കാണാൻ. അതെ, നമ്മൾ എന്ത് ചെയ്തു? റിയൽ വേൾഡിൽ നിന്ന് അപ്രത്യക്ഷമായി. ഈ യഥാർത്ഥ ലോകത്ത് നമ്മൾ പോയി, വേറെ ലോകത്തിലേക്ക് നമ്മൾ എത്തി. ആ കണ്ണടക്കുന്നതോട് കൂടിയിട്ട് തന്നെ വേറെ ലോകത്തിലേക്ക് നമ്മൾ എത്തി. നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളൊന്നും കാണാം. ചില ആളുകൾക്ക് ഇത് കണ്ണ് തുറന്നു തന്നെ പറ്റും. ഇപ്പൊ ഈ കടപ്പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കാണാം. ചില ആളുകളാണ് ആ സൂര്യനെ ഇങ്ങനെ നോക്കിക്കുന്നത്. നമ്മൾ അവരെ മുന്നിലൂടെ പോയി അവിടെ വലിയ ബഹളം നടന്നതൊന്നും ഇവരെ അറിയുന്നുണ്ടാവില്ല. എന്താ കാര്യം? എന്താ? അനദർ വേൾഡ്. അവർ വേറെ ലോകത്താണുള്ളത്. ഈ ലോകത്ത് നിന്ന് തന്നെ വേറെ ലോകത്തിലേക്ക് അവർ പോയിട്ടുണ്ടാവും. എന്താണ് ഈ കണ്ണടക്കുമ്പോൾ സംഭവിക്കുന്നത്? കണ്ണടക്കുമ്പോൾ സംഭവിക്കുന്നത്
നമ്മൾ ഈ ലോകത്തുനിന്ന് ഫസ്റ്റ് കണക്ഷൻ കട്ട് ചെയ്തു. നമ്മൾ കട്ട് ചെയ്തു. പിന്നെ നിങ്ങൾ കാണുന്നത്, നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ശരിക്കും വേറെ ഒരു ഏരിയയിലൂടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെ ആവില്ല. അതാണ് മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പല സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ച് പോകുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സൊല്യൂഷൻ അതിന് വരും. എപ്പോ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ, ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ ബിസിനസ്സുകാർക്ക് പ്രത്യേകം അത് മനസ്സിലാവും. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് കിട്ടിയത് പോ, 2 നമ്മൾ അതിനെങ്ങനെ ഓവർകം ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് തോട്ട് ഇട്ട് കൊടുക്കുക. ആ തോട്ട് ഇങ്ങനെ മൈൻഡിൽ ഇട്ടിട്ട് ഇങ്ങനെ കടന്നു കഴിയുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഈ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന പോലെ എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിനുള്ളൊരു ഒരു വേ കാണിച്ചു തരും. ഒരു ആൽക്കമിസ്റ്റ് എന്താണ് അതിന് പറയാനുള്ളത്, ഒരു സൈന് കാണിച്ചു തരും. ആൽക്കമിസ്റ്റ് പുസ്തകത്തിലെ കണ്ടില്ല, ഒരു 2 പക്ഷികൾ തമ്മിൽ ഇങ്ങനെ കൊത്തുകൂടുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എന്തോ ഒരു സൈനായിട്ട് തോന്നി. അങ്ങനെ അദ്ദേഹം അത് അവിടുത്തെ രാജാവിനോട് പോയി പറയുന്നു, അങ്ങനെ ഇവിടെ യുദ്ധം ഉണ്ടാവുമെന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ്? ഒരു നിമിത്തം എന്ന് നമ്മൾ പറയും. ചില നിമിത്തങ്ങളിലൂടെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യും, കാണിച്ചു തരും. അപ്പോൾ അത് പല ഏരിയയിലും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻസ് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ മെന്റേഴ്സിനോടോ നമ്മൾ അറിയുന്ന ആളോടൊക്കെ അഭിപ്രായം ചോദിക്കാം, നല്ലതാണ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയാം, സബ് കോൺഷ്യസ് മൈൻഡ്, നീ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആളാണ്, ഐ നോ ദാറ്റ്. നിന്റെ അടുത്ത് തന്നെ എന്തുണ്ട്, അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. നിന്റെ അടുത്ത് തന്നെ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് എന്ത് ചെയ്താൽ മതി, ചോദിച്ചാൽ മതി. ആര് തരും? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് തരും. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ചു വെക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് സബ് കോൺഷ്യസ് മൈൻഡോട് ഇങ്ങനെ പറയാം, ചങ്ങായി ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എനിക്കറിയാം അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്. നാളെ എണീക്കുമ്പോൾ എനിക്ക് ആ കാര്യം ചെയ്തെന്ന് ഉപകാരമായിരുന്നു. നിങ്ങൾ എണീക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടാവും. വെൻ യു ബിലീവ് ഇൻ യുവർ സെൽഫ്. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ആളുകൾ നിങ്ങളുടെ പേജിലൂടെ പോയി നോക്കുക. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഇനി കുറേ പേജ് നമ്പർ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. 43 പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ 45 പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഏറെക്കുറെ ഇപ്പൊ ഈ 43 എന്നൊക്കെ പറയുന്നത് ഇതിനോട് തന്നെ സാമ്യമുള്ള ഒരു കാര്യമായിരിക്കും. 43 എന്നുള്ള പുസ്തകം ഇതിൻ്റെ ഒരു സമ്മറിയാണ്. സമ്മറിയാണ്, ഒരു ചാപ്റ്ററിന്റെ സമ്മറിയാണ്. എന്ന് പറഞ്ഞാൽ വയസ്സും വെളിവാക്കപ്പെട്ടു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. അത് ഗുരുത്വാകർഷണ നിയമം പോലെ നിഷ്പക്ഷമാണ്. ഇന്നൊരാൾക്കൊന്നുമില്ല, എല്ലാവരും മുകളിൽ ചാടി കഴിഞ്ഞാൽ താഴേക്കെത്തും. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കൈയുള്ള ആളാണെങ്കിലും കാലുള്ള ആളാണെങ്കിലും ഒക്കെ ഇല്ലാത്ത ആളാണെങ്കിലും ഒക്കെ എത്തും. നിങ്ങൾക്ക് നിരന്തരമായ ചിന്തകളുടെ വിളിച്ചു വരുത്താതെ യാതൊന്നും നിങ്ങൾക്ക് അനുഭവമായിട്ട് വരില്ല. എവറി എക്സ്പീരിയൻസ് ഒക്കെ നമ്മളുടെ ചിന്തക്കനുസരിച്ചിട്ടാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നറിയണമെങ്കിൽ നിങ്ങൾ എന്ത് വികാരം അനുഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മതി. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് പെട്ടെന്ന് അറിയാനുള്ള ഉപകരണമാണ് വികാര സ്തോഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂഡിനാണ് ആ പറഞ്ഞിരിക്കുന്നത്. ചില വാക്കുകളൊക്കെ ഇതിൽ മലയാളം വായിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. വികാര സ്തോഭങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഡിക്ഷണറി നോക്കേണ്ടി വരും. ബേസിക്കലി മനസ്സിലാക്കുക എന്താണ്, നമ്മൾ നല്ല ചിന്തയിലാണോ, എന്നാൽ നമ്മൾ കുറേ വലിയ ഇതിനെ കുറിച്ചിട്ട് ഓരോ ചിന്തനെ കുറിച്ച് വിട്ടിട്ടുണ്ട്. എൻ്റെ മൂഡ് ഓക്കെ ആണോ അല്ലേ, ഞാനിപ്പോൾ എങ്ങനെയാണ്, ഹാപ്പി ആണോ, സാഡ് ആണോ, ന്യൂട്രൽ ആണോ? ഹാപ്പി ആണെങ്കിൽ എന്ത് ചെയ്യും, ഹാപ്പിനെസ് വരും. സാഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, സാഡ്നെസ് വരും. ന്യൂട്രൽ ആണെങ്കിൽ ഒരു ന്യൂട്രൽ ഇങ്ങനെ പോവാം. അപ്പൊ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മൂഡ് എങ്ങനെ നോക്കിയാൽ മതി. ഒരേ സമയം നിങ്ങളുടെ മനസ്സിൽ മോശമായ ചിന്തയും ഉത്തമമായ ഉണ്ടാവുക എന്നത് അസാധ്യമാണ്. ഒരു സമയത്ത് തന്നെ ഹാപ്പിനെസ്സും സാഡ്നെസ്സും കൂടെ ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരില്ല. രണ്ടാൾക്കും കൂടി ഒരുമിച്ച് എൻട്രി കിട്ടില്ല. ഒന്നില്ലെങ്കിൽ ദുഃഖം, അല്ലെങ്കിൽ സന്തോഷം. ഇത് രണ്ടും കൂടി വരിക എന്ന് പറഞ്ഞത് ഒരു സമയത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ തരംഗദൈർഘ്യം. നിങ്ങൾക്ക് ഏത് തരംഗദൈർഘ്യത്തിലാണ് നിങ്ങളുടെ വികാരാനുഭവങ്ങൾ എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ മോശമായി തോന്നുന്ന സമയങ്ങൾ നിങ്ങളുടെ തരംഗങ്ങൾ അത്തരം കാര്യങ്ങളെ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിക്കും. നിങ്ങളുടെ വികാരങ്ങൾ സുഖാനുഭവമാണെങ്കിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ അതിശക്തമായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പൊ ആ ഒരു നമ്മൾ മനുഷ്യനാണ്. ഈ 24/7 പോസിറ്റീവായിട്ട് ഹാപ്പി ആയിരിക്കുക എന്നുള്ളതൊന്നും പോസിബിൾ അല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക, ഒരു 70% എങ്കിലും നിങ്ങളൊരു ഡേ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ 80% പോകുമ്പോൾ അതിന്റെ വികാരം, നിങ്ങളുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞത് ഹാപ്പി ആയിരിക്കണം. കുറേ സമയം നിങ്ങൾ സാഡായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഡിപ്രഷൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവുക.
സുഖമുള്ള ഓർമ്മകൾ, പ്രകൃതി ഉൾപ്പെട്ട സംഗീതം തുടങ്ങിയ ഉപാധികൾ നിങ്ങളുടെ വികാരങ്ങൾ മാറ്റാൻ കഴിയും. അവ നിങ്ങളുടെ തരംഗങ്ങളെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും. നമ്മുടെ ലൈഫിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക? പണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റുകൾ ഉണ്ടാവും. ആ മൊമെന്റുകൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ യാത്ര പോവാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോവാം, ഫ്രണ്ട്സിനെ വിളിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ചേഞ്ച് ആവുന്ന സാധനമാണ്. സ്നേഹം എന്ന വികാരമാണ് നിങ്ങൾ പ്രസരിപ്പിക്കാവുന്ന ഏറ്റവും വലിയ തരംഗദൈർഘ്യം. എത്രത്തോളം ശക്തമായി സ്നേഹം തോന്നുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു, അത്രയും കൂടുതൽ ശക്തി നിങ്ങളുടെ സ്വാധീനത്തിൽ വരും. നിങ്ങൾ ഓരോ ആളുകൾ എടുത്തു വെക്കുക, സക്സസ് ആയിട്ടുള്ള ഓരോ ആളുകൾ എടുത്തു വെക്കുക, അവരുടെയൊക്കെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ലവ് ആയിരിക്കും. ഓക്കെ, നമ്മൾ അറിയാത്ത രീതിയിൽ അവർ എല്ലാവരും സ്നേഹിക്കുന്ന ആളുകളായിരിക്കും. സോ താങ്ക് യു ആൾ. ഇന്ന് ഗോപിക ലീവ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ ഫീഡ്ബാക്കുകൾ പറയാം. അതേപോലെ തന്നെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് ഞാൻ നന്നാവും. പെട്ടെന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, 6:29. ഫീഡ്ബാക്ക് പറയാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഒരു കാര്യം ഫീഡ്ബാക്ക് ആയിട്ടല്ല, കേൾക്കുന്നുണ്ടോ സാറേ? ആ, കേൾക്കുന്നു. താങ്ക് യു സാർ. ഷെരീഫ, പറഞ്ഞോ. ഞാൻ പറയണ കാര്യം, കേൾക്കാം. നമ്മളെ ഗ്രൂപ്പിൽ ഇപ്പോ 32 പേരുണ്ട്. പക്ഷെ ഇതിൽ ചില ആളുകള് സാറിന്റെ ക്ലാസ്സിൽ മാത്രം കയറുന്നവരാണ്, ബാക്കിയുള്ള ക്ലാസ്സുകളിൽ കാണാറില്ല. അതെന്തുകൊണ്ടാന്ന് മനസ്സിലാവണില്ല. കാരണം ബാക്കിയുള്ളവരെ നമ്മൾ ട്രെയിനേഴ്സിന് വെച്ച് ക്ലാസ് എടുപ്പിക്കുമ്പോൾ എല്ലാവരും അതിലെല്ലാ ക്ലാസ്സുകളിലും കയറണം എന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങനെ സാറിന് എന്താ പറയാനുള്ളത് ഒന്ന് പറയണം. അത് വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ്. കാരണം ബാക്കിയുള്ള ക്ലാസ്സുകളിൽ കയറേണ്ട സാറിന്റെ ക്ലാസ്സിൽ മാത്രം ഫോക്കസ് ചെയ്ത് കാരണം ട്രെയിനേഴ്സിന് പിന്നെ ആവശ്യമില്ലല്ലോ നമുക്ക്. എല്ലാ ട്രെയിനേഴ്സും, നമ്മുടെ ട്രെയിനിങ്സിൽ വരുന്ന എല്ലാ ട്രെയിനേഴ്സും ഒരു അരമണിക്കൂർ സെഷൻ എടുക്കണമെങ്കിൽ ഒരു 5 മണിക്കൂർ സെഷൻ എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ്. നമ്മളപ്പോൾ അത് മനസ്സിലാക്കാം. ഓക്കെ, ഒരു 20 മിനിറ്റ് സെഷൻ എടുക്കാനാണ് ഒരു 5 മണിക്കൂർ സെഷൻ എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട്. അപ്പോൾ അവരെല്ലാവരും വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും വേണ്ടിയിട്ട്, ചില ആളുകൾക്ക് പെയ്ഡ് ആയിട്ടാണെങ്കിൽ ചില ആളുകൾക്ക് ഫ്രീ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ആതിഥ്യ മര്യാദ നമുക്ക് കൊടുക്കുക എന്നുള്ളത്, ഒരു ഹോസ്പിറ്റാലിറ്റി കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ ഓരോ ആളുകളും നിങ്ങളുടെ എല്ലാ സെഷനും ബ്യൂട്ടിഫുൾ ആയിരിക്കും. എപ്പോ അയാളെ സെഷൻ മോശമായിരിക്കും കേട്ടോ, മറ്റേ സെഷൻ ഉഷാറായിരിക്കും. ആ ഒരു പ്രജുഡിസ് അല്ലാതെ എല്ലാ സെഷനും എനിക്ക് വേറെ ഇൻഡ്യൂഷൻ ആണ്. നിങ്ങളൊരു ക്ലാസ്സിൽ കയറുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ഞാൻ എന്താണ് പഠിച്ചിട്ടുള്ളത്, ഞാൻ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ആ ഒരു ബോധ്യം കൂടെ നമുക്ക് വേണം. ഇന്നത്തെ ഒരു സെഷൻ കഴിഞ്ഞ് പോകുമ്പോൾ എന്താണ് ഞാൻ ഇനി ഈ ഒരു ഇതിൽ നിന്ന്, ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, ടു ബി ലിസ്റ്റ് എന്ന് പറഞ്ഞു. ഈ ആ ടു ബി ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ് ആഡ് ചെയ്യാനുള്ളത്? ഓരോ ദിവസത്തെ സെഷൻസിൽ നിന്ന് ടു ബി നിങ്ങൾ ഇനി എങ്ങനെയാണ് മാറാൻ പോകുന്നത്, അതിലേക്ക് ഞാൻ ഇന്നൊരു ക്വാളിറ്റി ആഡ് ചെയ്യുമ്പോൾ തീരുമാനിക്കുകയാണെങ്കിൽ എല്ലാ സെഷനിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങളുണ്ട്. എനിക്കൊക്കെ ഈ സെഷനൊക്കെ എല്ലാം പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ വേറെ സെഷനും വേറെ കുറെ കാര്യങ്ങളുമായിട്ട് ആ സമയത്ത് നമ്മൾ ബിസി ആയി പോകുന്നതുകൊണ്ടാണ് അതിൽ പങ്കെടുക്കാത്തത്. ഓക്കെ, ആ കമന്റ് ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി. ഉണ്ണികൃഷ്ണൻ സാർ, കൃഷ്ണമൂർത്തി സാർ, ദീപ മാം, മണി സാർ, ഷീജ മാം, ദിവ്യ മാം, ബഷീർ സാർ, ഓക്കെ, ഓൾ ഓഫ് യു, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലീഡേഴ്സിനെ എല്ലാവർക്കും ലെഫ്റ്റ് ചെയ്യാം. എനിബഡി, എനി ഡൗട്ട്സ്? ഡൗട്ട്സ് ആയിട്ടില്ല. ഈ സീക്രട്ടും പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡും അല്ലാണ്ട് അതേ കാറ്റഗറി വേറെ ഏതെങ്കിലും ബുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, പവർ ഓഫ് നൗ, ആൽക്കമിസ്റ്റ്. ആൽക്കമിസ്റ്റ്, ഓക്കെ. പവർ ഓഫ് നൗ അതാരുടെ ആയിരുന്നു? ആരുടെയെന്ന് എനിക്ക് ഓർമ്മയില്ല. പവർ ഓഫ് നൗ ആളുടെ പേര് ഓർമ്മയില്ല. ഓക്കെ, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് നെപ്പോളിയന്റെ ബുക്കാണ്. ആ, അതെ അതെ. പിന്നെ കുറെ പുസ്തകങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓർമ്മ വന്ന് പറഞ്ഞതാണ്, ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സെവൻ ഹാബിറ്റ്സ് ഉണ്ട്. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി സക്സസ്ഫുൾ പീപ്പിൾ, അറ്റോമിക് ഹാബിറ്റ്സ്, മിറാക്കിൾ മോർണിംഗ്. ഓക്കെ, അങ്ങനെ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. പിന്നെ ഒരുപാടുണ്ട്. മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. ഓക്കെ, അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ വായിക്കേണ്ട പുസ്തകങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അതിൽ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ആണ്. ഈ സീക്രട്ടിനൊക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ
നമ്മൾ ഒരു സമയം എടുത്ത് റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട ഒരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു പുസ്തകമാണ്. റിച്ച് ഒന്ന് സ്പെല്ല് ചെയ്യാമോ സാറേ? തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, THINK ആൻഡ് ഗ്രോ, GRO ആൻഡ് റിച്ച്. സാറേ ആ ഒരു നിമിഷം തരാമോ? ഒറ്റ നിമിഷം. ഒരു നിമിഷം തരുക. ഒരു നിമിഷം തരാം. ബുക്ക് കാണുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് എനിക്ക് വിസിബിൾ അല്ല. ദ പവർ ഓഫ് നൗ. ദ പവർ ഓഫ് നൗ ഞാൻ ഇപ്പൊ എക്കാർട്ട് പറഞ്ഞിരിക്കുന്നത്. ഡോളെ. എക്കാർട്ട് ഡോളെ. അതെ, കാണോ? എക്കാർട്ട് ഡോളെ. അതെ, അതേപോലെ അത് മലയാളത്തിൽ കിട്ടാൻ വേണ്ടിട്ടാ ചില ആളുകൾക്ക് വായിക്കാൻ. ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ്, ഡോക്ടർ ജോസഫ് മർത്തി. ഓക്കെ. നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിട്ടാട്ടോ കാണിക്കുന്ന. ഒരു മിനിറ്റ്. ഉം. വിസ്മയ പുലരി. മിറാക്കിൾ മോർണിംഗ് അല്ലേ? ഒക്കെ മലയാളം അവൈലബിൾ ആണ്. പവർ ഓഫ് നൗ ഒക്കെ മലയാളത്തിൽ ഇറങ്ങിയോ? അതെ അതെ. റിച്ച് ഡാഡ് പുവർ ഡാഡ്. അറ്റോമിക് ഹാബിറ്റ്. ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്നത് കണ്ടന്റ് എന്തുവാണ്? അത് ഫൈനാൻസ് ആണോ? ഫൈനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യാന്ന്. ഫൈനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലുള്ള ഒരു പുസ്തകമാണ് ഇത്. റിച്ച് ഡാഡ് പുവർ ഡാഡ് പോലുള്ള ഒരു പുസ്തകമാണ്. ദ റിച്ചസ്റ്റ് മാൻ ഓഫ് ബാബിലോൺ. അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ജോർജസ് ക്ലോസ്. ആണ്. റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോണിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് റിച്ച് ഡാഡ് പുവർ ഡാഡ് നമുക്ക് ഒന്നും കൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില ഏരിയകളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ അത് റിച്ചസ്റ്റ് മാൻ ബാബിലോൺ എന്ന് പറഞ്ഞ സെയിം തിയറി തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറിയിലൂടെ ബാബിലോൺ എങ്ങനെയാണ് പണ്ട് സമ്പന്നനായത്, അവിടെ അർക്കാദ് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് അയാളുടെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നിങ്ങളുടെ ലൈഫിൽ വൺ ടൈം എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ. ഈസൺ ആർ കോവഡ് ആണ്. 7 Habits of Highly Successful People. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. ഇതാണ് ദ സൈക്കോളജിക്കൽ മണി. The Psychology of Money. മോർഗൻ ഹുസൈൻ. അതെ. Think and Grow തിങ്ക് Rich. ആൻഡ് ഗ്രോ റിച്ച്. നൗഫൽ ഏകദേശം എല്ലാ പുസ്തകവും വായിച്ചെടുത്തിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ ഫോർച്യൂനേറ്റ്ലി ഞാൻ വായിച്ചതാണ്. ഓക്കെ, അത് കാണിച്ച പുസ്തകങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ടാവും വിചാരിക്കുക. ദ പവർ ഓഫ് നൗ. അത്യാവശ്യത്തിനായി നോക്കല്ലേ. ഇനി മുപ്പത് അതെ കൂടായി പോകും. അതെ അതെ. അല്ല സാർ ഇരുന്നോണ്ട് ചോദിച്ചാൽ സാർ ഇതിൽ ഭയങ്കര വിരസിച്ചിട്ടുള്ള ആളാണ്. താങ്ക് യു. തല ബേസ്റ്റ് ആവും. ഈ സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ നിങ്ങൾ ഒരു സമയത്ത് ഒന്ന് വായിക്കട്ടോ. ഒന്ന് വായിച്ചിട്ട് അതിനെ ഇൻഡെപ്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിങ്ങനെ ഒരു നോവൽ വായിക്കുന്ന പോലെ വായിച്ചു പോകണ്ടല്ലോ. ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഒരു സംഭവം ഇപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ, ഈ സീറോ ലിമിറ്റ്സ് എന്ന പുസ്തകം വായിച്ച സമയത്ത് ഈ ചിന്തകൾ ഇവിടുന്ന് വരുന്നതിനുള്ള ഒരു ചോദ്യം വന്ന സമയത്ത് കുറേ സമയം 2 ദിവസം ഞാൻ പുസ്തകം തന്നെ വായിക്കാൻ പോയില്ല. ഓക്കെ, കാരണം ആ ഒരു സാധനത്തിൽ എനിക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ 2-3 ദിവസമായിട്ട് വന്നു എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്ന എൻ്റെ മെന്റേഴ്സ് ഒരുപാട് ആളുകളെ വിളിച്ച് ചോദിച്ചു, ശരിക്കും അങ്ങനെയാണോ? അടുത്തൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മളെ വായിച്ചു പോകില്ല. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിയാണോ, അടുത്ത കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നെക്സ്റ്റ് എന്ത് ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, ഇറ്റ്സ് ഇമ്പോസിബിൾ. പക്ഷെ ഫസ്റ്റ് നമുക്ക് പറയുമ്പോൾ അത് അത്ര വലിയ ഒരു കാര്യമായിട്ട് തോന്നില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ ലൈഫിൽ വളരെ രീതിയിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇക്കിഗായി ഇവിടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇക്കിഗായി അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുസ്തകമാണ്. ദ മാജിക് എന്ന് പറയുന്ന പുസ്തകം ദീപ മാം സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല പുസ്തകങ്ങളാണ്, പറ്റുന്ന ആളുകളൊക്കെ വായിക്കാം. സോ യു ക്യാൻ ലീവ്. ഓക്കെ, നിങ്ങൾ ലീഡേഴ്സ് അല്ലാത്ത ആളുകളൊക്കെ അവിടെ വെച്ചാൽ ലീഡേഴ്സ് മാത്രമേ ബാക്കിയുള്ള ആൾക്ക് ലീവ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. Thank you, sir. Thank you all. താങ്ക് യു. Thank you, sir. Thank you so much. റസാഖ് സർ, ആർക്കെ ലീഡേഴ്സ് ഉള്ളത്? ലീഡേഴ്സ് ഇതിലിപ്പോ ഇവിടെ സാജൻ ഇല്ലല്ലോ. സാജൻ ലീവ് ചെയ്തോളൂ. അഖിലമ്മ ഉണ്ട്. ഓക്കെ, പോണ്ട്, എല്ലാരും പോണ്ട്. ശ്രീരാമൻ പോയി, സിന്ധു മാം പോയി, ബീന മാം ഓക്കെ പോയി. ഷീല മാം, ഗയാനം ഒന്നുമില്ലല്ലോ? ഇല്ല ജ്ഞാനമില്ല. ലീഡേഴ്സിലല്ലോ. ഷീല മാം, ഇല്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
എന്നാ സാറേ സുഖമായിട്ട് പോകുന്നു. സാറല്ലേ കാര്യങ്ങളൊക്കെ? കാര്യങ്ങള് തെറ്റില്ലാതെ പോകുന്നു. ഓരോന്ന് ശ്രമിച്ചോണ്ടിരിക്കുവാണ് സാറേ. പല പല പ്രശ്നങ്ങൾ ഈ പറഞ്ഞതുപോലെ ജീവിതത്തിലോട്ട് കയറി വരുമ്പോഴത്തേക്കുവേ നമ്മൾ തന്നെ മാനേജ് ചെയ്യണ്ടേ. ഓ, ഓൾവേസ് ബി റെഡി ടു വെൽക്കം ദ പ്രോബ്ലംസ്. അത് തന്നെ അങ്ങനെ അത്രേ തന്നെയാണ്. ഉള്ളൂ, അത്രേ ഉള്ളൂ. നോ പ്രോബ്ലം. അപ്പൊ റെഡിയാണ്. എന്നിട്ട് ആ, വരട്ടെ, നമുക്ക് നോക്കാം. ആയിക്കോട്ടെ. ശരി, താങ്ക് യു. ഓക്കെ, സുഖമായിട്ട് തന്നെ പോകുന്നു. ഓക്കെ ഓക്കെ സാർ. ശരി. സിന്ധു മാം പറഞ്ഞോളൂ. ഈ ബീന മാം ലീഡർ ആണോ? അതെ. ബീന, അല്ലേ? ബീന മാം, ഓക്കെ. അജില മാം, സിന്ധു മാം. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം എന്താ വെച്ചാല്, ഈ 2:30 സമയത്തൊക്കെ നമ്മൾ മീറ്റിംഗ് വെക്കുന്ന സമയത്ത് എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഞാൻ പല സമയത്ത് ബിസി ആയി പോകും. പിന്നെ നിങ്ങളുടെ മീറ്റിംഗ് കൂടുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്തോ ആ മീറ്റിംഗിൽ നിന്ന് ഒരു കറക്റ്റ് ആയിട്ട് ആക്ഷൻസ് വരുന്നൊരു ഫീൽ വരുന്നില്ല. അതിശയങ്ങളൊക്കെ മീറ്റിംഗ് കൂടുന്നുണ്ടെങ്കിലും അവിടെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അതിന്റെ മിനിറ്റ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ മീറ്റിംഗ് വേണ്ടെന്ന് പറഞ്ഞാണ്. അപ്പൊ നമുക്കിവിടെ നമ്മൾ ഫ്രീ ആക്കി എന്നതുകൊണ്ട് എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസ്? റസാഖ് സാർ, ഗ്രോത്ത് ഉണ്ടോ? അല്ലെങ്കിൽ ഫ്രീ ആക്കിയത് കൊണ്ട് എന്താണ്? അതിന്റെ ഒരു പുതിയ ആളുകൾ വരുന്നുണ്ടോ? പുതിയ ഇതിലേക്ക് എത്തുന്നുണ്ടോ? എന്താണ് അതിന്റെ സ്റ്റാറ്റസ്, കറണ്ട് സ്റ്റാറ്റസ്? നമുക്കൊരു 45 വൈൻഡപ്പ് ചെയ്യാം. 6:45. കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് സ്ഥിരമായി പങ്കെടുക്കുന്നവരുണ്ട്. കുറെ ആള് എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ വിളിച്ചിരുന്നു. ഓക്കെ. അതില് 1-2 പേര് ഇത് അറിയാതെ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. കാരണം വേറെ എന്തോ വിചാരിച്ചിട്ട് അവരെ ഞാൻ റിമൂവ് ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ ഇപ്പൊ വന്നീനിപ്പോ അതില് 1-2 ആൾക്കാർക്ക് ഇപ്പോ ഷെരീഫ് പറഞ്ഞ ആളിപ്പോ ലീവ് ചെയ്തു പോയി. അവർക്ക് കറക്റ്റ് 6:30 എന്തൊരു ജോലിക്ക് പോകാനുള്ളതാണ്. അപ്പൊ കറക്റ്റ് 6:30 അവർ വൈൻഡപ്പ് ചെയ്യും. അതേപോലെ തന്നെ കുറച്ച് ആൾക്കാർ അങ്ങനെ ഇതുള്ളവരുണ്ട്. എന്തായാലും വരുന്നുണ്ട്. ഷെരീഫ് നമ്മുടെ പിന്നെ പഴയ ഷെരീഫാണോ? അല്ലല്ല, വേറെ ഷെരീഫാണ്. ഷെരീഫ് പിന്നെ വേറൊരു എന്താ ജയഭാരതി അങ്ങനെ എന്തൊരു പേരുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. അവര് പിന്നെ നിൽക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ് പറഞ്ഞ് അവരെ റിമൂവ് ചെയ്തു. അപ്പൊ എല്ലാരും വിളിച്ചിരുന്നു. വിളിച്ചവരൊക്കെ നമ്മൾ പഴയ ആളുകളല്ലാത്തവരൊക്കെ ഒന്ന് വിളിച്ചിട്ട് കൺഫേം ആക്കിയിട്ട്, അപ്പൊ ഇവര് കുറെ ആൾക്കാർ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്രൂപ്പിലുള്ളവർ. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ പറഞ്ഞാല് ചില ആളുകൾക്ക് ഈ രാവിലത്തെ ഒരു ചെറിയ ചുറ്റുപാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ക്യാമറ ഓൺ ആക്കാനോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാനോ അവർക്ക് സാധിക്കില്ല. അവർ അടുക്കളയിൽ വർക്ക് ആയിരിക്കും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞു. എന്നാലും അവർ പങ്കെടുക്കുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമുക്കൊരു 50 ആളുകൾ പങ്കെടുക്കണമെങ്കിൽ 100 ആളുകൾ ഗ്രൂപ്പ് വേണ്ടി വരും. അപ്പോഴാണ് റൊട്ടേഷൻ ചെയ്തിട്ട് ഇങ്ങനെ പല ആളുകൾ പങ്കെടുക്കുക. അപ്പൊ ഇപ്പൊ എത്ര ആളുകൾ ഗ്രൂപ്പിലുണ്ട്? ഗ്രൂപ്പിൽ ഒരുപാട് ആളുണ്ട്. നമുക്ക് ഏറ്റവും ടോപ്പിലെത്തിയത് 30 പേരൊക്കെയാണ് ഇപ്പൊ സൂമിൽ പങ്കെടുക്കുന്നത്. ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗ്രൂപ്പിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് സൂമിൽ പങ്കെടുക്കണം. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 4 ഗ്രൂപ്പുണ്ട്, സബ് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലും ഏകദേശം ഒരു 20ഓളം പേരുണ്ട്. നമുക്ക് ആദ്യം എന്തായാലും അത് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തി ഒരു 100 എന്നുള്ള കൗണ്ടിലേക്ക് എത്തിക്കുന്നത് ഒരു ഗോളാക്കി വെക്കാം. ഓക്കെ. ആ 100 എന്നുള്ള കൗണ്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ 50 ആളുകൾ സൂമിൽ പങ്കെടുക്കുമ്പോൾ, അല്ലാത്ത ആളുകളാണെങ്കിൽ വേസ്റ്റ് ആണ്. അപ്പൊ അതിലാ പങ്കെടുക്കാത്ത ആളുകൾ എന്ത് ചെയ്യുക? ഒഴിവാക്കിയതിന് ശേഷം ആ ഗൂഗിൾ ഫോമിൽ വന്ന ആളുകൾ എന്ത് ചെയ്യുക? മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മൾ ആകെ 2 കാര്യം ഇപ്പൊ പറയുന്നുണ്ട്. ഒന്ന് നമ്മൾ രാവിലെ സെഷൻസ് അറ്റൻഡ് ചെയ്യണം, പിന്നെ ഈ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കണം. ബാക്കി അവർക്കൊക്കെ ഓപ്ഷനിലാണ്. അപ്പൊ ആ കാര്യത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ അവരെ പെയർ ആക്കിയിട്ടുണ്ടോ? പേരാക്കിയില്ല. ആ ആക്ടിവിറ്റീസും കൂടെ ഒന്ന് ചെയ്യാം. ഇത് മാത്രം തീരുമാനിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യാം? 100ലേക്ക് നമുക്ക് എന്ന് എത്തിക്കാൻ പറ്റും. ഈ ഗോളിന് വേണ്ടിയിട്ട് നമുക്ക് നാളെ മുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. 100ലേക്ക് എപ്പോൾ എത്തിക്കുക? എപ്പോൾ നമുക്ക് 100ലേക്ക് എത്തിക്കാൻ പറ്റുക? ഗ്രൂപ്പ് 100ലേക്ക് ഈ ഒരു മന്ത് തന്നെ എത്തിച്ചൂടെ? ഈ ഒരു മാസാവസാനം കുറച്ച് ആളുകൾക്ക് ഈ വൃദ്ധത്തില് പ്രശ്നം ഉണ്ടാവില്ല. കാരണം ആ സമയം എന്തായാലും എണീക്കണല്ലോ. അപ്പൊ അവര് അതിലെന്തായാലും പങ്കെടുക്കുന്ന അങ്ങനെ 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറച്ചിട്ട് കാത്തു വെക്കുക, വെയിറ്റ് ചെയ്ത് വെക്കുക. മെഡിറ്റേഷൻ ഈ സുബീന്റെ അങ്ങനെ തന്നെ പോയിക്കോളല്ലോ. ചേഞ്ച് ഒന്നും വരുത്തണ്ടല്ലോ. അത് മാറ്റിയാല് പ്രശ്നമാണ്. കാരണം വെച്ചാല് മാറ്റുമ്പോ പിന്നെ ഓരോ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ഇങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ 100 നമുക്ക് ഈ ഫെബ്രുവരി ഇതിൽ എത്തിക്കാൻ പറ്റുമോ? ഓക്കെ, അങ്ങനെ തീരുമാനിക്കാം. ഫെബ്രുവരി 28-ന് 100 എത്തിക്കാൻ. പെയർ മേക്കിംഗ്
ചെയ്യാൻ പറ്റും? എന്താ പേര് ബീന മാം? പേര് എപ്പോഴും ആക്കാം. നമുക്ക് ഗ്രൂപ്പിൽ ഓരോ സബ് ഗ്രൂപ്പിൽ പേരാക്കണ കാര്യമല്ലുള്ളൂ. അത്രേ ഉള്ളൂ. ആകെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടാവുള്ളൂ, അവരെ പേരാക്കി വിടാം. വിഷയമല്ല. പിന്നെ അന്നത്തെ മീറ്റിംഗ് മിനിറ്റ്സ് ആയിട്ട് ഇങ്ങനെ ഇതുണ്ട്. 100 ആളുകളെ, ഓക്കെ, 100 ആളുകളെ ഫെബ്രുവരി 28 മുമ്പേ ഗ്രൂപ്പ് എത്തിക്കാൻ തീരുമാനമായി. ഓക്കെ, എന്ത് മാം? ഹായ് റെഡി മാജിക് അല്ലേ? മോർണിംഗ്. റെഡിയാണ്. എന്റെ ഗ്രൂപ്പിൽ സാറേ 15 പേരാണുള്ളത്. ഓക്കെ, അതില് പിന്നെ ഒരാളെന്നെ ഒരു ഹഫീഫ, അവർക്ക് കുട്ടികളുടെ എക്സാം അങ്ങനെ എന്തൊക്കെ ആയ കാരണം ഇപ്പൊ കയറാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ജസ്ന പറഞ്ഞൊരു കുട്ടി രാവിലെ നേരത്തെ ജോലിക്ക് പോകേണ്ട കാരണം അതിനും. അപ്പൊ ഞാൻ നിന്ന് അജീഷോട് പറയണം വെച്ചിട്ടായിരുന്നു, ഇവരെ രണ്ടാളെ ഒന്നങ്ങണ്ട് റിമൂവ് ചെയ്തു. പിന്നെ അവർക്ക് പറ്റുമ്പോ കയറട്ടെ. ഞാൻ എന്റെ നമ്പറിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരോട്, കയറാൻ താല്പര്യമുള്ളപ്പോ. പിന്നെ ബാക്കിയുള്ളവർ കയറുന്ന ഷുഹൈൽ വളവത്ത് പറഞ്ഞൊരു ആളെ ഞാൻ ഇന്നലെ കുറെ ആൾക്കാർ വിളിച്ചു. അപ്പൊ അവര് അധ്യാപകനാണ്. പിന്നെ രാവിലെ കുറച്ച് വേറെ എന്തൊക്കെയോ പ്രോഗ്രാം ഉള്ള കാരണം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു 4-5 ദിവസം അടുപ്പിച്ച് നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അത് ഞാൻ അറിഞ്ഞില്ല എന്ന്. കാരണം ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുത്തിരുന്നില്ല. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ കയറാമെന്ന് പറഞ്ഞു. കയറിയത് ഞാൻ ജോയിൻ കണ്ടില്ല. ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ബാക്കിയുള്ള ആളുകളൊന്നും വലിയ കുഴപ്പമില്ല. ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പോകണില്ലേ? ഒരു ഇതിങ്ങനെ ബിമാജിക്കിന്റെ സാധനം പോകണില്ലേ? ജോയിൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കാനുണ്ട് ഇന്ന ചെയ്യണം എന്നുള്ള. അപ്പൊ അത് ജോയിൻ ചെയ്യും. ആ ഫോം ഫില്ല് ചെയ്തിട്ടാണ് ഓരോരുത്തർ വന്നിട്ടുള്ളത്. അതെ, ആ അതൊക്കെ ഫോമിലും ഇടുന്നുണ്ട് സാറേ. ഇവരെ രാവിലെ ഇപ്പൊ റസാഖ് സാറ് പറയണ പോലെ തന്നെയാണ് സംഭവം. കാരണം രാവിലെ 7 മണിയാകുമ്പോഴേക്ക് ജോലിക്ക് പോകേണ്ട ആൾക്കാർ, സ്കൂളിൽ പോകേണ്ട ആൾക്കാർ, കുട്ടികളെ പറഞ്ഞയക്കണം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വീഡിയോ ഓൺ ആക്കണ്ട, ക്ലാസ് കേട്ടാ മതി. ചിലർക്ക് മെഡിറ്റേഷനോട് മാത്രം 3 ക്ലാസ്, മിനിമം ഒരു 3 ക്ലാസ് എങ്കിലും ഒരാഴ്ചയിൽ കേൾക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ അറ്റൻഡൻസ് ഒന്ന് ഇതാക്കി അതില്ലാത്ത ആളുകൾ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ ആളുകളെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ അത് വേണമെങ്കിൽ പോളാക്കി ഇട്ടാൽ മതി. നിങ്ങൾക്ക് പോൾ ഇതാക്കാനോ ചാറ്റ് ഇതില് പോൾ ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് വാട്സപ്പില്. ഓക്കെ, ഈ പോൾ ഉണ്ടാക്കി ഇന്നത്തെ പിന്നെ ക്ലാസ് പെയറാക്കാൻ സാറ് പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മള് ഗ്രൂപ്പിലുള്ള ആളുകൾ ഗ്രൂപ്പിലോട്ടൊന്ന് വരണ്ടേ? നമ്മളിപ്പോ ഒരു മെസ്സേജ് അയച്ചാ അതിനൊരു റിപ്ലൈ തരണ്ടേ? അതൊന്നും ഇല്ലേ ഗ്രൂപ്പിൽ. യാതൊരു അനക്കവും ഇല്ല. അതാണ് സംഭവം. ആളുകൾ ഒഴിവാക്കുക, ഗ്രൂപ്പിൽ നിന്ന് സബ് ലീഡേഴ്സിന് ഉണ്ടാക്കുക. ഗ്രൂപ്പിൽ മിനിമം ഒരു 2 മിനിറ്റ് എങ്കിലും, അല്ലെങ്കിൽ ഗ്രൂപ്പിന് സമയം വെക്കുക. അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചോളൂ. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എല്ലാവരും ചോദിച്ചിട്ട് രാത്രി ഏതെങ്കിലും സമയം വെച്ചിട്ട് അതിൽ വരാൻ പറയാം. പിന്നെ നമ്മളെ സുലേഖ മാം ഉണ്ടല്ലോ, പഴയ ആളാ പറയും. പഴയ ആളല്ലേ, എത്ര വർഷമായിട്ട് ഇതിൽ നിൽക്കണ ഒരാളാ. ഞാൻ വിളിച്ചാൽ തീരെ ഫോൺ എടുക്കില്ല. പിന്നെ എന്താണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല. ക്ലാസ്സുകളിൽ ഒന്നും കയറാറില്ല. ഇന്ന് സാറിന്റെ ക്ലാസ്സിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ആഴ്ചയിൽ ഒരൊറ്റ ദിവസമാണ് ഒരു ക്ലാസ്സിൽ കയറുന്നത്. ഒരു മെഡിറ്റേഷനിലോ ക്ലാസ്സിലൊന്നും ഞാൻ കാണാറില്ല. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു നമ്മളെ ബിമെജിക്കലെ ഇപ്പോഴത്തെ റൂൾസ് ഇങ്ങനെയൊക്കെയാണ്. 2-3 ദിവസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിൽ കയറണം. വിളിച്ചെന്താ ഫോണക്കകത്ത് ഒരു ദിവസം മാത്രമേ ഫോൺ എടുത്തുള്ളൂ. പിന്നെ ഒരു ഫോൺ എടുക്കണില്ല. അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ പറയാൻ കാരണം. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, സാറിന്റെ ക്ലാസ്സിൽ മാത്രം കയറുക, ബാക്കിയുള്ളവരൊന്നും കയറുന്നില്ല. അവരെയൊക്കെ നമ്മൾ എന്താ ചെയ്യാ? പഴയ ആൾക്കാരെ പറയും, എല്ലാ കാര്യം അറിയണതല്ലേ. ഒഴിവാക്കുക. അതായത് റൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പഴയതും പുതിയൊന്നുമില്ല. അതായത് ഒരു ഇതായിട്ട് പറയാം, നമ്മള് നമുക്ക് പഴയതും പുതിയതും ഇല്ലല്ലോ. റൂൾ എല്ലാരും ഒരുപോലെയല്ലേ. ഇങ്ങനെ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഒഴിവാക്കാന്നുള്ളതാണ്. നിങ്ങൾ പഴയത് പുതിയ നോക്കണ്ട. അജിഷ പറഞ്ഞോട്, അജിഷ വിളിച്ചാലും ഫോൺ എടുക്കണില്ല പറഞ്ഞു സുലേഖമേ. അപ്പൊ അത് പറയാ, ഇങ്ങനെയാണ് കമ്പനി ഇതിന്റെ റൂള്. പുതിയ ബിമാജിക്കിൽ, കാരണം നമ്മളിത് പറഞ്ഞിരിക്കുന്നതിലേക്ക് പോകണം. ഈ ബിമാജിക്കൽ മെമ്പർഷിപ്പ് കൊടുക്കുന്ന രീതിയിലേക്ക് മാറണം. അപ്പൊ ഇതിൽ നമുക്ക് കുറെ ആൾക്കാർ വേണം. 20 ആൾക്കാരാണെങ്കിൽ 20 ആൾക്കാർ ഇതിനോട് കമ്മിറ്റ് ആയിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ കുറെ ആൾക്കാർ കമ്മിറ്റ് ആയി നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു 100 ആൾക്കാർ നമുക്ക് ഒരു 6 മാസം കൊണ്ട് ഉണ്ടായാൽ മതി. ആ 100 ആളെ വെച്ച് നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യും. അപ്പൊ ഒരു 1000 ആൾക്കാർ വരണം. അതിനൊക്കെ 100 ആൾക്കാരെ കിട്ടും. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ഇന്ന് മീറ്റിംഗ് മിനിറ്റ്സ് തീരുമാനിച്ചിട്ടുള്ള 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, എല്ലാ ദിവസവും 100 ആളുകളെ ഫെബ്രുവരി 28 മുന്നേ ഗ്രൂപ്പിൽ എത്തിക്കാൻ തീരുമാനിച്ചു.
എല്ലാ ദിവസവും മിനിമം 50 ആളുകളെ പങ്കെടുപ്പിക്കാൻ. ഈ 100 ആളെത്തി കഴിഞ്ഞാൽ 50 ആൾക്കാർ പങ്കെടുക്കണം. പങ്കെടുക്കുമ്പോൾ നോക്കുക, അല്ലെങ്കിൽ 120 ആൾക്കാരാക്കി 50 ആൾക്കാർ മിനിമം സൂമിൽ പങ്കെടുക്കണം. എത്ര ആൾക്കാർ നോക്കുക. ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് സമയം നിശ്ചയിക്കുക. നിങ്ങളെ ഗ്രൂപ്പിന് എന്ത് ചെയ്യാം, എല്ലാ ദിവസവും ഗ്രൂപ്പിലുള്ള ആൾക്കാർ പറയാം, എല്ലാ ദിവസവും 9 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 9:30 ആകുമ്പോൾ അല്ലെങ്കിൽ 8:30 ആകുമ്പോൾ ഒന്ന് എല്ലാവരും ഗ്രൂപ്പിൽ വരണം. ഒരു 5 മിനിറ്റ് നമുക്ക് ഡിസ്കഷൻ നടത്തിയിട്ട് പോകാം. ആ ദിവസം കറലൈസ് ചെയ്യാന്ന് പറയാം. ഓക്കെ, സോ താങ്ക് യു. നമുക്കൊരു ഇതിനും കൂടെ ഒരു ദിവസം ഫിക്സ് ചെയ്യാം. ബുധനാഴ്ചയും ബുധൻ പറ്റും, തിങ്കള്, ബുധൻ, ശനി 2 ദിവസം പോരെ മീറ്റിംഗ്? ബുധനും ശനി ആക്കിയാലോ? അല്ലെ ബുധൻ ഞായറാക്കല്ലേ? ഞായറാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി ഇരിക്കും അല്ലേ? ബുധൻ ഞായറാക്കിയാലോ? ബുധൻ ഞായർ ദിവസങ്ങൾ കേട്ടോ. ബുധൻ ഞായർ എന്റെ ഫോണിൽ സാറേ എന്നും രാവിലെ ആകുമ്പോഴേ എനിക്ക് ക്ലാസ്സിന് കേറുമ്പോ ഫോൺ കട്ടായി പോവാണേ. അത് കാരണം എനിക്ക് വീഡിയോ ഓൺ ആക്കാൻ ഒന്നും പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ഇന്നലെ ഷോപ്പിൽ കൊണ്ടുപോയപ്പോ ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണോ വെച്ചിട്ട് നോക്കിയപ്പോ അതൊന്നും അല്ല പറയുന്നുണ്ട്. എന്താന്ന് അറിയില്ല, രാവിലെ എന്നും റേഞ്ച് ഉണ്ടാവില്ല. കൊറേ ദിവസമായിട്ട് പിന്നെ ഇത് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ക്ലാസ്സിലൊന്നും കയറാൻ വല്ലാതെ പറ്റുന്നില്ല. അതിനെന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാൽ അതാണ് നേരെ ചിന്ത മാറ്റിയാൽ മതി, അപ്പൊ റെഡിയാവും. ഓക്കെ, ഞാൻ ലീഡേഴ്സ് ഗ്രൂപ്പിൽ ഈ ഒരു PDF ഷെയർ ചെയ്യാം ഇതിന്റെ മിനിറ്റ്സിന്റെ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ സാറേ. അതിന്റെ പേരിലാ എന്റെ പേരില്ല